നമസ്കാരം, മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQSന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടെ അമർത്തുക. ഡെയിലി നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ അപ്ഡേറ്റഡ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ഡെയിലി ലൈവ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. നിഫ്റ്റിയുടെ ആണെന്നേ ഉള്ളൂ. പബ്ലിക് ടെലഗ്രാം ചാനലൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, എൻ്റെ നമ്പർ ഉണ്ട്. ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ പഠിക്കാനോ ഒക്കെ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം. വിളിച്ചാൽ മാത്രമാണ് ഫർദർ കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അതിനു മുമ്പ് ഈ ഒരു ചാർട്ടിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണാം. കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം കോൺഫിഡൻ്റ് ആണെങ്കിൽ മാത്രം വിളിക്കാനായിട്ട് ശ്രമിക്കുക. ആത്മാർത്ഥമായിട്ട് ഈ ഒരു ചാർട്ട് പഠിച്ചാൽ രക്ഷപ്പെടും എന്ന് ഉള്ളിൻ്റെ ഉള്ളിലൊരു തോന്നലുണ്ടാവും. അങ്ങനെയുള്ളവർ മാത്രം വിളിക്കാനായിട്ട് ശ്രമിക്കുക. ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ആരും പഠിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ പഠിക്കാൻ വരുന്ന ആൾക്കാർ PNL ചോദിക്ക് കാണിക്ക് എങ്കിൽ ഞങ്ങൾ പഠിക്കാം, അങ്ങനെയുള്ളവർ ദൈവത്തോർത്ത് പഠിക്കാനായിട്ട് വരേണ്ടതില്ല. ചാർട്ടിന് വിശ്വസിച്ച് പഠിക്കാം. ഒരു വ്യക്തി അല്ല, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ അതൊന്നും നോക്കിയിട്ടല്ല, ഈ ചാർട്ടിന് വിശ്വസിച്ച് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് പ്രോഫിറ്റബിൾ ആവാനായിട്ട് പറ്റത്തുള്ളൂ. ഒരു കാര്യത്തിന് എനിക്ക് ഉറപ്പ് പറയാം, നിങ്ങൾക്ക് ഒരു ദിവസം 20 ട്രേഡ്, ഒരു മാസം 20 ട്രേഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 50 പോയിന്റ് വെച്ചിട്ട് നിങ്ങൾക്ക് 12 ദിവസം ലോസ് ആണെങ്കിലും ബാക്കി 8 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ലോസ് റിക്കവർ ചെയ്ത് പ്രോഫിറ്റിലാവാൻ പറ്റും, പച്ച കത്തിക്കാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരേ സ്ട്രാറ്റജി കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. നഷ്ടം വന്നാലും അത് കാര്യമാക്കേണ്ട കാര്യങ്ങളില്ല എന്ന് ഞാൻ ഉറപ്പ് വരാം. പിന്നെ ഒരിക്കലും ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്, എൻ്റേതായിട്ടുള്ള ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടർ റീഡിംഗ് ആണ്, ഒരു ടെക്നിക്കൽ അനലൈസിസ് ആണ് ഞാൻ പഠിപ്പിക്കുന്നത് കേട്ടോ. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ലൈവിലേക്ക് പോകാം. അപ്പോൾ ഈ വരെയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതാണ്. 15/5/2024 ബാങ്ക് നിഫ്റ്റി വ്യൂ എന്ന് പറഞ്ഞ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ. നമ്മൾ പറഞ്ഞത് മാർക്കറ്റ് ഓപ്പൺ ആവണത് തന്നെ ചിലപ്പോൾ ഡൗണിലായിരിക്കാം. മാർക്കറ്റ് ഓപ്പൺ ആവണത് മിക്കവാറും ഡൗണിലായിരിക്കാം മാർക്കറ്റ് ഓപ്പൺ ആവണത്. അപ്പോൾ ആ സമയത്ത് ഓക്കെ, അപ്പോൾ എവിടെ പറഞ്ഞു നിർത്തിയേ, വിട്ടുപോയി. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം മൂവ്മെന്റ് അനുസരിച്ചിട്ട് പറഞ്ഞത് മാക്സിമം താഴത്തോട്ട് വന്നാലും ഇവിടെ സപ്പോർട്ട് എടുക്കാം. ആ സപ്പോർട്ട് എടുത്തിട്ട് മുകളിലേക്ക് പോയാൽ വീണ്ടും വരാം. അതുകൊണ്ടാണ് ഈ ആരോ, ഞാൻ ആലോചിക്കായിരുന്നു സാധാരണ ഈ ആരോ ഇതിന് മുകളിലേക്കല്ല ഇടേണ്ടത്, പിന്നെ എന്താ ഇവിടെയെന്ന്. അപ്പോൾ ഇവിടെ ഒരു ക്രോസ് ഓവർ നിൽക്കുന്ന കാരണം നമ്മൾ പറഞ്ഞത് മെജോറിറ്റി ഒരു ഗ്യാപ് ഡൗൺ വരാൻ ചാൻസ് ഉണ്ട്. അത് 47,722 സപ്പോർട്ട് എടുത്താൽ റിവേഴ്സ് ആവാം, അല്ലെങ്കിൽ താഴെ 47,528 സപ്പോർട്ട് എടുക്കാൻ പോകാമെന്നാണ് നമ്മൾ മെൻഷൻ ചെയ്ത്. മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, നേരെ താഴത്തോട്ട് പോയി, ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് അങ്ങനെ കുറേ നേരം നിന്നിട്ടാണ് അവിടെ നിന്ന് വീണ്ടും കുറച്ച് നേരം അവിടെ ഒരു പിൻബാർ സപ്പോർട്ട് എടുത്ത് വീണ്ടും താഴത്തോട്ട്. RSI സ്റ്റിൽ താഴെ തന്നെയാണ് കേട്ടോ, RSI സ്റ്റിൽ താഴെ തന്നെയാണ്. ഇപ്പോഴാണ് മാർക്കറ്റ് എന്ത് ചെയ്ത് ഒരു ക്രോസ് ഓവറിലേക്ക് മാർക്കറ്റ് കയറിയത്. ഇതേ കണ്ടോ, ബാങ്ക് നിഫ്റ്റി ഞാൻ ഇന്നലെ എടുത്തിട്ട് പിന്നെ ഇപ്പോഴാട്ടോ എടുക്കണേ. അപ്പോൾ അത് താഴത്തോട്ട് പോയി ഏകദേശം നമ്മുടെ ആ ഏരിയയിൽ സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് തിരിച്ചു പോയി. അതാണ് ഈ ചാർട്ടിൻ്റെ ഒരു അക്യുറസി. നമുക്ക് എവിടം വരെ പോകാനുണ്ട്, പോകും എന്നുള്ള കാര്യത്തിലൊക്കെ ഏകദേശം ഒരു ഐഡിയ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ വലിയ ഇതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ല. 47,747 ബ്രേക്ക് ചെയ്താൽ മൂവ്മെന്റ് എങ്ങോട്ടായിരിക്കാം, 48,313. ഇതിൻ്റെ ഇടയ്ക്ക് റിവേഴ്സ് ആവുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ RSIയും ബാക്കിയുള്ള ഇൻഡിക്കേറ്ററൊക്കെ യൂസ് ചെയ്തിട്ടാണ് നോക്കുന്നത്. അപ്പോൾ താഴത്തേക്ക് വന്നാലോ, അതേപോലെ തന്നെ 47,525 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് 580, 525 അത് ഏരിയ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് താഴത്തേക്ക് 47,293 വരെയാണ് എൻ്റേതായിട്ടുള്ള ഒരു അനലൈസേഷൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ്. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇതാണ് ഇൻഡെക്സിനെ ബേസ് ചെയ്ത് പറയാനുള്ളത്. ഇപ്പോൾ ഫ്യൂച്ചറിനെ ബേസ് ചെയ്ത് പറയാനാണെങ്കിൽ കുറച്ചും കൂടെ അക്യുറസി ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതായത് അതിലും ഞാൻ കൂടുതലും ഫ്യൂച്ചർ ചാർട്ട് നോക്കിയിട്ടാണ് മെജോറിറ്റി ചെയ്യാറ്. അതായത് ഇതിലൂടെ ക്ലിയർ ആണ്, കാരണം ഈ ഒരു റെഡ് ലൈൻ ബ്രേക്ക് ചെയ്ത മുകളിലോട്ട് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ 47,905 47,775 സപ്പോർട്ട് എടുക്കാം. ഇതിൽ ഈ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലാഗിങ് ഒന്നുമില്ല, കുറച്ചും കൂടെ അക്യുറേറ്റ് ആയിട്ട് കാര്യങ്ങൾ അറിയാൻ പറ്റും. രണ്ട് രീതിയിലുള്ള ചാർട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കണ്ടോ, ആ റെഡ് കറക്റ്റായിട്ട് ഹിറ്റ് ചെയ്തു. ആ റെഡ് കറക്റ്റായിട്ട് ഹിറ്റ് ചെയ്തപ്പോൾ അവിടെ നമുക്കൊരു എൻട്രി എടുക്കാം. ആ എൻട്രി ഇതൊരു സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ട്, എന്നാലും നമുക്ക് റീ എൻട്രി എടുക്കാനായിട്ട് ഈസി ആയിട്ട് പോസിബിൾ ആവും.
ബോഡി ക്ലോസ് ചെയ്തിട്ടില്ല, കറക്റ്റായിട്ട് ആ ലൈനിലാണ് ബോഡി സപ്പോർട്ട് എടുത്ത് പോയിരിക്കുന്നത്. അത് താഴത്തോട്ട് ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്. അപ്പം എന്ത് ചെയ്ത് ഇവിടെ ഗ്രീനിലേക്ക് കയറി. ഒന്നും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ, ഇപ്പം ഇവിടെ സപ്പോർട്ട് എടുത്തു, RSI സ്റ്റിൽ താഴെ തന്നെയാണ്. അപ്പം നമ്മൾ അടുത്തൊരു ക്യാൻഡിൽ നോക്കി, ഒരു അപ്പ് വന്നു, ബട്ട് RSI താഴെ തന്നെയാണ്. ഇപ്പം ഗ്രീനിലേക്ക് RSI തിരിയുന്നുണ്ട്. ഇവിടെ നോക്കി അറിയാട്ടോ ഓരോ ക്യാൻഡിലിൻ്റെ മൂവ്മെൻറ്റ്. വീണ്ടും ഒരു സ്റ്റോപ്പ് ലോസ് അടിച്ചു, വീണ്ടും RSI ഗ്രീനിലേക്ക് കയറി. അപ്പോൾ ഇതിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നമുക്ക് മേളിലോട്ട് പല ടാർഗറ്റുകളുണ്ട്. കാണുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് റിവേഴ്സ് അറിയാൻ വേണ്ടിയിട്ടാണ് അത്രയും ടാർഗറ്റുകളവിടെ വെച്ചേക്കണത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ RSI മേളിലോട്ട് കയറി ഇവിടെ നിന്ന് ഇവിടം വരെ എടുത്താലും പ്രോഫിറ്റബിൾ അല്ലേ? സിംഗിൾ ലോട്ടിൽ ഹോൾഡ് ചെയ്യാം. ഈ പലപ്പോഴും പറ്റുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 5000 റുപ്പീസ് കൊണ്ടുവരും, എന്നിട്ട് നമുക്ക് 5000, 6000 ഒക്കെ കിട്ടണം, 100% കിട്ടണമെന്ന് പറയും. അപ്പം അങ്ങനെയുള്ളവർക്ക് വലിയ സ്റ്റോപ്പ് ലോസും ഇട്ടിട്ട് ലോങ് ഹോൾഡിങ് ചെയ്യലേ നടക്കത്തുള്ളൂ. സിംഗിൾ ഒരു ലോട്ട് 2 ലോട്ടൊക്കെ ചെയ്യുന്നവർക്ക് 50 മിനിറ്റ്സ് നോക്കിയും 10 ലോട്ട് 25 ലോട്ടൊക്കെ ചെയ്യുന്നവർക്ക് 2 മിനിറ്റ്, 1 മിനിറ്റ്, 3 മിനിറ്റ് ഒക്കെ നോക്കാം. 5 ലോട്ടിന് മേലോട്ടുള്ളവർക്ക് 5 മിനിറ്റും ഒക്കെ നോക്കിയിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റണം. കാരണം പ്രോഫിറ്റ് കാണുമ്പോഴാണ് മുട്ടിടിക്കണേ. ലോസ് കണ്ടാൽ മുട്ടിടിക്കും, പക്ഷേ ഹോൾഡ് ചെയ്യാൻ അപാര ചങ്കൂറ്റാ. ലോസ് ഇപ്പോൾ 10 ലോട്ടിലാണെങ്കിലും 20 ലോട്ടിലാണെങ്കിലും ഒരു 1000 രൂപ കണ്ടു കഴിഞ്ഞാൽ മുട്ടിടിക്കാൻ തുടങ്ങും. ബട്ട് താഴത്തോട്ട് ലോസ് ആണെങ്കിൽ പേടിയുണ്ട്, പക്ഷേ അത് ഹോൾഡ് ചെയ്യാനുള്ള ധൈര്യം അതിനോടൊപ്പം ഉണ്ട്. അതാണ് മെജോറിറ്റി ആളുകളുടെയും ഫണ്ട് വാഷ് ഔട്ട് ആവുന്നതിൻ്റെ മെയിൻ റീസൺ. ഹോൾഡ് ചെയ്യാൻ പറ്റുന്നിടത്ത് ഹോൾഡ് ചെയ്യണം, പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അത് ഈസി ആയിട്ടൊരു എൻട്രി എക്സിറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചാർട്ട് മെജോറിറ്റി യൂസ് ചെയ്യുന്നത്. അപ്പോൾ 47,970 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 48,457 വലിയൊരു സ്പേസ് കിടപ്പുണ്ട്. ആ സ്പേസിലായിരിക്കും, അതിൻ്റെ ഇടക്കൊക്കെ റിവേഴ്സ് ചാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ, ഇല്ലെന്നല്ല. പക്ഷേ ആ ഒരു 48,457 നോക്കിയിട്ടായിരിക്കും പ്രൈസ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലോവിൽ 47,775 ബ്രേക്ക് ചെയ്താൽ 47,775 ബ്രേക്ക് ചെയ്താൽ 47,482 മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. ഇതാണ് മെജോറിറ്റി ഫ്യൂച്ചറിനെ ബേസ് ചെയ്ത് പറയാനായിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ സ്ട്രൈക്കിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, സ്ട്രൈക്ക് നാളത്തെ എക്സ്പയറി വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 47,500, 47,700, 48,000. പിയിലാണെങ്കിൽ 48,000, 47,700, 47,500, 47,000. ഇതൊക്കെയാണ് സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്കുകൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ ഒക്കെ ഉള്ളവർക്ക് ഡയറക്റ്റ്ലി വിളിക്കുക. പിന്നെ വേറൊരു കേസ്, PNL കണ്ടു കഴിഞ്ഞാൽ ഞാനിത് പഠിക്കാം എന്ന് ചിലവർക്കൊരു ആവശ്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ചാർട്ട് PNL സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ കാണിക്കൂ, ഞാൻ നാളെ തൊട്ട് പഠിക്കാം, ഈ ചാർട്ട് പഠിക്കാം. അപ്പം അങ്ങനെയുള്ളൊരു ദൈവത്തോർത്ത് പഠിക്കാതിരിക്കുക. ചാർട്ടിൽ വിശ്വസിച്ച് പഠിക്കാൻ പറ്റുന്നവർ മാത്രം കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. അവർക്ക് മാത്രമേ പഠിക്കാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നാളെ അവർ പ്രോഫിറ്റബിൾ ആയില്ലെന്നുണ്ടെങ്കിൽ നമ്മളെ ചീത്ത പറയും. നിങ്ങളുടെ ചാർട്ട് ഇത് പഠിച്ചു, നിങ്ങൾക്ക് PNL കിട്ടുന്നുണ്ട്, ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ ക്യാരക്ടർ, അവരുടെ മൈൻഡ് സെറ്റ്, അവരുടെ പേടി, ഡിപ്രഷൻ, BP അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടിരിക്കും. ഇന്ന് തന്നെ ലൈവ് ട്രേഡിൽ 132 പോയിന്റ് റൈഡ് ചെയ്തു, അല്ലെങ്കിൽ തിരിച്ചൊരു റിവേഴ്സ് റൈഡ് ചെയ്തപ്പോൾ എനിക്ക് ആ കോൺഫിഡൻറ്റും ധൈര്യം ഉള്ളത് കൊണ്ട് എനിക്കത് എൻട്രി ആണ്, ഇന്നവരെ പോകുമെന്ന് എനിക്കറിയാം. പക്ഷേ ചില ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ 10-15 പോയിന്റ് ആകുമ്പോൾ പേടിച്ചിട്ട് അവിടെ എക്സിറ്റ് ആവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കത് ഹോൾഡ് ചെയ്യാനുള്ള ധൈര്യമില്ല. ധൈര്യം ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളൊരു സ്ട്രാറ്റജീനെ കണ്ടിന്യൂസ് ആയിട്ട് സ്നേഹിക്കുകയും അതിനെ ഫോളോ ചെയ്യാനും ശ്രമിക്കണം. എന്താണ് ആ ഒരു വാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സ്ട്രാറ്റജി ഉണ്ടായ ചാർട്ടിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അതിനെ ഫോളോ ചെയ്യാനും ശ്രമിച്ചാൽ മാത്രമാണ് എന്ത് ചെയ്യണം, നമ്മളിപ്പോൾ ചാർട്ടിൻ്റെ പുറകെ ഒരു സ്ട്രാറ്റജി, ഇപ്പം ഞാൻ സിമ്പിളായിട്ട് ഞാനൊരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നു, ചാർട്ട് എൻ്റെ കയ്യിൽ പുതിയതാണ്, ഞാനതിനെ അങ്ങോട്ട് സ്നേഹിക്കുകയാണ്, അല്ലെങ്കിൽ അതിനെ റെസ്പെക്ട് ചെയ്തിട്ട് അതിനെ ബഹുമാനിച്ച ചാർട്ടിൻ്റെ മൂവ്മെൻറ്റിനെ ഞാൻ റെസ്പെക്ട് ചെയ്യാണ്. അപ്പോൾ ആദ്യമൊക്കെ കുറേ ലോസും ഇതൊക്കെ കാണും, പക്ഷേ അവരുടെ സ്വഭാവം മനസ്സിലാക്കി അവർ നമ്മളെ തിരിച്ച് സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താവും? അപ്പോഴാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രോഫിറ്റിലേക്ക് കയറുന്നത്. അപ്പോൾ പേഴ്സണലി അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സ്നേഹിച്ചിട്ട് പ്രോഫിറ്റായ ആരെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾക്ക് സംശയങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ ടെലഗ്രാമിൽ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കുക. എന്നിട്ട് ഞാൻ അവരെ കോൾ ചെയ്തിട്ട് സ്ക്രീൻ ഷെയർ ഇത് വഴി കണ്ടിന്യൂസ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കുന്ന ആൾക്കാരുടെ ഓരോ ദിവസവും എനിക്ക് അയച്ചു തരുന്ന പ്രോഫിറ്റുകൾ ചെറിയ ചെറിയ സ്ക്രീൻഷോട്ടുകൾ
നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഞാൻ പ്രോഫിറ്റ് എടുക്കുന്നു എന്നുള്ളതിലല്ലല്ലോ പ്രാധാന്യം. നമ്മൾ സമീപിച്ച് ഈ ഒരു ചാർട്ട് പഠിച്ച ആൾക്കാർ കണ്ടിന്യൂസ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കുന്നുണ്ടോ എന്ന് ഞാൻ പ്രൂവ് ചെയ്യുന്നതാണ് എൻ്റെ സക്സസ്. എൻ്റെ P&L എൻ്റെ സക്സസ് ആണ്. പക്ഷേ ഈ ഒരു ചാർട്ട് പഠിക്കാൻ വരുന്നവർ പ്രോഫിറ്റബിൾ ആണോ, അല്ലെങ്കിൽ പറയുന്ന വ്യൂ പ്രോഫിറ്റബിൾ ആണോ, അല്ലെങ്കിൽ കറക്റ്റ് ആണോ എന്ന് പ്രൂവ് ചെയ്യേണ്ടതാണ് എൻ്റെ റെസ്പോൺസിബിലിറ്റി. അത് ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ഇനി P&L കാണാൻ സംശയമുള്ളവർ എന്നെ കോണ്ടാക്ട് ചെയ്തോ. അവർക്ക് കാണേണ്ടത് എൻ്റെ ഒരാളുടെ P&L അല്ലേ. പക്ഷെ ഞാനൊരു 10-15 പേരുടെ സ്ഥിരം P&L, പേര് വെളിപ്പെടുത്താൻ ബുദ്ധിമുട്ട്, അവരുടെ P&L ഞാൻ കാണിച്ചു തരാം. അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ചെയ്യാം. എൻ്റെ ഒരാളുടെ കാണുന്നതാണോ നിങ്ങൾക്ക് കൂടുതൽ ഹാപ്പി, അതോ ഈ ചാർട്ട് മേടിച്ച 10 പേരുടേത് കാണുന്നതാണോ ഹാപ്പി എന്നുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ട്, അങ്ങനെ അഭിപ്രായമുള്ളവർ ദയവ് ചെയ്ത് കമൻ്റ് ഒന്നും ഇടണ്ട. ഡയറക്റ്റ്ലി എന്നെ വിളിക്കുക ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രീ ആയിട്ടുള്ളൊരു സമയം വെച്ചിട്ട് ഞാൻ സ്വസ്ഥമായിട്ട് കാണിച്ച് പ്രൂവ് ചെയ്തു തരാം. പക്ഷെ അത് കാണിച്ചു കഴിഞ്ഞിട്ട് വേറെ ഡൗട്ട് ഉള്ളതെന്ന് വെച്ചാൽ അത് പഠിക്കണം. മനസ്സിലായോ? ഇത് ഓക്കെ കൊള്ളാം, ഞാൻ ആലോചിച്ചിട്ട് പറയാം, അല്ലെങ്കിൽ നോക്കിയിട്ട് പറയാം എന്നുള്ള കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ വിളിക്കാതിരിക്കുക. ആത്മാർത്ഥമായിട്ട് അങ്ങനെ പഠിക്കണം. എന്നാലും ഇത് കാണണമെന്ന് ആഗ്രഹമുള്ളവർ ഡയറക്റ്റ് വിളിച്ചോ. 1ന് പകരം 10 ഞാൻ കാണിച്ചു തരാം. ഓക്കെ, എനിക്കൊരു ഉറപ്പ് തരാം കേട്ടോ. അതല്ല ഏറ്റവും നല്ല ഉറപ്പ്. അപ്പോൾ അങ്ങനെയുള്ളവർ ധൈര്യമായിട്ട് ഇനി വിളിച്ചു. അപ്പോൾ ഞാൻ ഈ P&L ചോദിക്കുന്നവരോട് എന്ത് ചെയ്യും, എന്ത് പറയും എന്നിങ്ങനെ ഞാൻ ആലോചിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഏറ്റവും നല്ലത് ഈ ഒരു ഉത്തരമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. 1ന് പകരം 10 പേരെ ഞാൻ കാണിച്ചു തരാം. പക്ഷേ കാണിച്ചു കഴിഞ്ഞാൽ പഠിക്കണം. പഠിക്കാൻ താല്പര്യമുള്ളവരെ മാത്രമേ കാണിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നാളെ നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ മനസ്സിന് ഇപ്പോൾ ഒരു സന്തോഷമുണ്ട്. കാരണം നാളെ തൊട്ട് ഈ ഡയലോഗും കൂടെ എല്ലാ വീഡിയോയിലും അങ്ങ് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇതങ്ങ് തീരുമല്ലോ. ഓക്കെ, അപ്പോൾ എനിവേ എല്ലാവർക്കും നാളെ നല്ല രീതിയിലുള്ള പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.